കഴിഞ്ഞ തവണ ഒരു ഏറ്റുമുട്ടിയിട്ടാണ് തുടങ്ങിയത്. ഇത്തവണ ഞാൻ ഏറ്റുമുട്ടാനൊന്നുമില്ല, കാരണം എല്ലാവരും സഹകരിച്ചാലേ ഇതൊക്കെ നന്നായി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് 5 വർഷം ഇരുന്നിട്ട് മാന്യമായിട്ട് ഇറങ്ങിപ്പോകണം എന്നുള്ളതുകൊണ്ട് ആരോടും ഞാൻ ഏറ്റുമുട്ടാനില്ല. സഹകരിക്കണം എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. സഹകരിച്ചില്ലെങ്കിൽ പിന്നെ അത്യാവശ്യം കസാലയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിരുത്തേണ്ടി വരും. അതിലേക്ക് ദയവായിട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടാക്കരുത്. എല്ലാവരും സഹകരിക്കുക. ഏത് കാര്യമാണെങ്കിലും നമുക്ക് ചർച്ച ചെയ്യാം. സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്ത് നമ്മുടെ നഗരത്തിലെ നദികളെയും തോടുകളെയും മാലിന്യമുക്തമാക്കാനുള്ളൊരു പദ്ധതി രൂപം നൽകിയിട്ടുണ്ട്. നഗരസഭയുമായി സഹകരിച്ചുകൊണ്ട് സംസ്ഥാനത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നഗരത്തിൻ്റെ ശുദ്ധജല സ്രോതസ്സുകൾ സംരക്ഷിക്കുക. അതോടൊപ്പം തന്നെ ഈ ഡ്രൈനേജ് പൊട്ടി ഒഴുകുന്ന സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുക. ഒരുപാട് ജോലി നമുക്ക് ചെയ്യാനുണ്ട്. കാരണം ഇപ്പോൾ ഇത് പോളിയോ മാത്രം നമുക്ക് നിയന്ത്രിച്ചാൽ പോരാ, ഒരുപാട് രോഗങ്ങൾ നമ്മുടെ സമൂഹത്തിനെ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഷിഗല്ല നമുക്കറിയാം. ഷിഗല്ല വന്ന ഏതാണ്ട് 6ഓളം മരണങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട്. ഈ 6ഓളം മരണങ്ങൾ എന്ന് പറയുന്നത് ജാനുവരി മുതൽ ജൂൺ വരെയുള്ള ഒരു കണക്കെടുപ്പാണ്. 200-ൽ പരം രോഗികൾക്ക് ഈ രോഗം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെടുന്ന നിപ എന്ന രോഗം, ഡെങ്കിപ്പനി, ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ ഉള്ളപ്പോൾ പോളിയോനെ മാത്രമല്ല മറ്റ് പകർച്ചവ്യാധികളെയും തടയേണ്ട ഒരു സാഹചര്യമാണ്. ഇപ്പം തന്നെ ഡെങ്കിയെ പറ്റി പറഞ്ഞു. കൊതുകുകൾ ആണ് ഡെങ്കി ഉണ്ടാക്കുന്നത്. കൊതുകില്ലെങ്കിൽ ഡെങ്കിയില്ല. അപ്പോൾ ഇതിൽ നമുക്ക് ഈ പകർച്ചവ്യാധികൾ തടയണമെങ്കിൽ ആരോഗ്യവകുപ്പ് മാത്രമല്ല പല വകുപ്പുകളുടെയും സഹായ സഹകരണങ്ങൾ വേണം. അതിൽ പ്രധാനപ്പെട്ടതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. കാരണം അതാണ് ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതും മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതും. വിദ്യാലയങ്ങൾക്കുണ്ട്. വിദ്യാലയങ്ങളിലെ കിണറുകൾ, ഇപ്പോൾ ഷിഗല്ല സ്ഥിരീകരിച്ച സുൽത്താൻ ബത്തേരി LP വിദ്യാലയത്തിൽ ഞാൻ അവിടെ സൈറ്റിൽ പോയി നോക്കിയാണ്. അവിടുത്തെ വെള്ളം പരിശോധിച്ചപ്പോൾ കിണറിലെ വെള്ളത്തിൽ ബാക്ടീരിയ കലർന്നിട്ടുണ്ട്. അപ്പോൾ വിദ്യാലയങ്ങളുടെ കിണറുകളും പരിശോധിക്കപ്പെടണം. അപ്പോൾ കഴിഞ്ഞ ഏതാനും വർഷം ഒരു ഓർഡർ ഉണ്ടായിരുന്നു, വിദ്യാലയങ്ങളിൽ ഫുഡ് സേഫ്റ്റിക്കാർ പ്രവേശിക്കാൻ പാടില്ല. ഇനി പ്രവേശിക്കേണ്ടി വരും. മറ്റൊന്നും കൊണ്ടല്ല, എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്ന ഭക്ഷണവും പരിശോധിക്കണം. കാരണം രോഗം പല രീതിയിൽ പടരുന്നുണ്ട്. അപ്പോൾ അതിനെ നിയന്ത്രിക്കണമെങ്കിൽ ശക്തമായിട്ട് പരിശോധന ആവശ്യമാണ്. അപ്പോൾ ഫുഡ് ആൻഡ് സേഫ്റ്റിക്ക് ഒരു പങ്കുണ്ട്. വൃത്തിഹീനമായിട്ട് ആ തട്ടുകടകൾ, സ്റ്റാർ ഹോട്ടലുകൾ, ഞാൻ പറയും 5 സ്റ്റാർ ഹോട്ടലുകളും അത്ര അടുക്കളയിൽ ചെല്ലുമ്പോൾ മറ്റ് ഹോട്ടലുകളൊക്കെ ഏതാണ്ട് സമാനാണെന്നാണ് കിട്ടിയിട്ടുള്ള റിപ്പോർട്ട്. നമ്മൾ വിചാരിക്കും, ഒന്നിൻ്റെയും പേര് ഞാൻ പറയുന്നില്ല, 5 സ്റ്റാർ ഹോട്ടലുകൾ, മികച്ച ഭക്ഷണം, മികച്ച സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഭക്ഷണം ഏതാണ്ട് അകത്ത് പരിശോധിച്ച് ചില സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ്. ഞാൻ പറയും, ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിച്ചാൽ മാത്രമേ പകർച്ചവ്യാധികളെ നമുക്ക് പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാൻ കഴിയൂ. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സർക്കാർ മുൻകൈ എടുത്ത് ഒരു വിദഗ്ധ സമിതിയെ നിയമിച്ചിട്ടുള്ളത്. അതിൽ സ്വകാര്യ മേഖലയെ കൂടെ പങ്കാളിത്തം ഉണ്ട്. കാരണം ഇതിന് ഗവൺമെന്റ് മാത്രം വിചാരിച്ചാൽ പോലെ സ്വകാര്യ ആശുപത്രികളെയും സേവന ആവശ്യമാണ്. പക്ഷെ എന്നാൽ ഗവൺമെന്റ് ആശുപത്രികളെ സ്വകാര്യ ആശുപത്രികളോടൊപ്പം സൗകര്യങ്ങൾ ഉണ്ടാക്കുക, അതാണ് സർക്കാരിന്റെ നയം എന്ന് പറയും. അപ്പോൾ ഈ സർക്കാർ ആശുപത്രിയിൽ ഇപ്പോൾ പോസ്റ്റ് ഒരു ഇതുള്ളത്, ഈ പോസ്റ്റിങ്ങിന്റെ കുറച്ച് തകരാറുകളുണ്ട്. വേണ്ടത്ര പോസ്റ്റുകളില്ല. ഡോക്ടർമാരുടെ ചില പോസ്റ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്, നഴ്സുമാരുടെ പോസ്റ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ഇതെല്ലാം ഫില്ലപ്പ് ചെയ്യാനാണ് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. അതനുസരിച്ചുള്ള നടപടികൾ നടക്കുന്നത്. ഇപ്പോൾ ഇന്നലത്തോടുകൂടെ എല്ലാ ജില്ലകളും DMOമാർ വന്നപ്പോൾ സ്ഥിരം ചോദിച്ചിരുന്ന ചോദ്യം അതാണ്, 5 ജില്ലകൾ ഒഴിഞ്ഞു കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതായിരുന്നു. പക്ഷേ അതെല്ലാം ഇന്നലത്തോടുകൂടെ
അത് ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞു. അത്യാവശ്യം വേണ്ട എല്ലാ പോസ്റ്റിങ്ങും നടത്താൻ ഉള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ 2ാമത്തെ മെഡിക്കൽ കോളേജിൻ്റെ ഈ വർഷം തന്നെ അംഗീകാരം കിട്ടാനാണ് ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിൽ ഞാൻ ഉറപ്പ് നൽകുന്നില്ല. എങ്കിലും ഇന്നലെ അത് സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. അപ്പം അങ്ങനെ അതിൻ്റെ അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ 2ാമത്തെ മെഡിക്കൽ കോളേജ് ഈ ആശുപത്രിയെ കൂടെ ചേർത്തിട്ടാണ് ഞാനിതിവിടെ പറയാൻ കാരണം. ജനറൽ ആശുപത്രിയും തൈക്കാട് ഗവൺമെൻറ് ആശുപത്രിയെയും കൂടെ ചേർത്തുകൊണ്ടാണ് മെഡിക്കൽ കോളേജ്. അങ്ങനെ വരുമ്പോൾ ഈ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് യാതൊരു ആശങ്കയ്ക്കും അവകാശമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ 2 വകുപ്പുകളുടെ അതിൽ ഉൾപ്പെടുന്നുള്ളത് വേണ്ട. നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ സ്റ്റാറ്റസും നിലനിർത്തിക്കൊണ്ടായിരിക്കും. കഴിഞ്ഞ തവണ ഒരു ഏറ്റുമുട്ടിയിട്ടാണ് തുടങ്ങിയത്. ഇത്തവണ ഞാൻ ഏറ്റുമുട്ടാനൊന്നുമില്ല. കാരണം എല്ലാവരും സഹകരിച്ചാലേ ഇതൊക്കെ നന്നായി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് 5 വർഷം ഇരുന്നിട്ട് മാന്യമായിട്ട് ഇറങ്ങിപ്പോകണം എന്നുള്ളതുകൊണ്ട് ആരോടും ഞാൻ ഏറ്റുമുട്ടാനില്ല. സഹകരിക്കണം എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. സഹകരിച്ചില്ലെങ്കിൽ പിന്നെ അത്യാവശ്യം കസാലയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിരുത്തേണ്ടി വരും. അതിലേക്ക് ദയവായിട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടാക്കരുത്. എല്ലാവരും സഹകരിക്കുക. ഏത് കാര്യമാണെങ്കിലും നമുക്ക് ചർച്ച ചെയ്യാം.